നമുക്കൊരു തനി നാടൻ വിഭവം ഉണ്ടാക്കിയാലോ? വാഴപ്പിണ്ടി അഥവാ ഉണ്ണിപ്പിണ്ടി തോരനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാഴ കുലച്ച്, അതായത് ഏത്തവാഴ അല്ലെങ്കിൽ പാളാന്തോടൻ വാഴ, ഇവ രണ്ടുമാണ് ഏറ്റവും നല്ലത്. അത് വെട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കുന്ന പിണ്ടിയാണ് ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പിണ്ടി. ഇതുപോലെ ഇതിൻ്റെ നാര് ചുറ്റിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാവുന്നതാണ്. ഇതിനകത്ത് നിറയെ ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഫുഡ് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ തോരൻ വെക്കാനായിട്ട്. ചില ആൾക്കാർ ഇത് വെള്ളത്തിലേക്കും അരിഞ്ഞെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് തോരൻ വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ചെറുപയർ അല്ലെങ്കിൽ വൻപയർ അല്ലെങ്കിൽ പരിപ്പ് ഇവയൊക്കെ വേവിച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതിന് അരപ്പിനായിട്ട് കറിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞിട്ട സവോള, 1 കപ്പ് തേങ്ങ, കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് ഇവയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ വിറകടുപ്പിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുപോലെ ആദ്യം കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നമ്മൾ തോരനുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി ചേർത്ത് ഇളക്കി അടച്ച് ഒരു 5-10 മിനിറ്റിനുള്ളിൽ വേവിച്ചെടുക്കാൻ പറ്റും. ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഞാൻ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. വളരെയധികം ഗുണങ്ങളുള്ള നല്ല ഒരു വിഭവം നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.